ശനി ഒരു പാപഗ്രഹമായിരിക്കുന്നത് കൊണ്ട് ദോഷാനുഭവങ്ങൾ മാത്രം നൽകുന്നു എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ശനീശ്വരൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദോഷത്തേക്കാൾ കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നൊരു ഗ്രഹം കൂടിയാണ് ശനി. ശനി ഗോചരത്തിൽ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമുള്ളവർക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തവണത്തെ ശനിയുടെ രാശിമാറ്റം മീനൻ രാശിയിലാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇടവം രാശിയിലും തുലാം രാശിയിലും മകരം രാശിയിലും ജനിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് തരത്തിലുള്ള ഫലങ്ങൾ, ഗുണഫലങ്ങൾ തന്നെ ഭഗവാൻ നൽകും. ഇടവം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് 11ാം ഭാവത്തിൽ കൂടിയും, അതുപോലെ തുലാം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് 6ാം ഭാവത്തിൽ കൂടിയും, മകരം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ശനി 3ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഇവർക്കൊക്കെയും തന്നെ വിവിധ തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ശനീശ്വരൻ പ്രദാനം ചെയ്യും. ജാതകത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദശ അപഹാരങ്ങൾ നടക്കുന്നവർ കൂടിയാണ് എങ്കിൽ അവർക്ക് ഗുണഫലങ്ങൾ ഇരട്ടിയാകുമെന്നുള്ളതിലും സംശയമില്ല. ശനീശ്വരനെ പ്രാർത്ഥിച്ച് ഭജിക്കുന്നതിലൂടെ എല്ലാ ഗുണഫലങ്ങളും നമ്മളിലേക്ക് എത്തുകയും ചെയ്യും.